ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു ഹെൻറി റോക്ക്ഫെല്ലർ. ഒരു ദിവസം അദ്ദേഹം ഒരു വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി സമയം. തൻ്റെ സഹയാത്രികരെല്ലാം സുഖനിദ്രയിലാണ്ടിരിക്കുന്ന സമയത്തും ഹെൻറി റോക്ക്ഫെല്ലർ തൻ്റെ ലാപ്ടോപ്പ് തുറന്നു വെച്ച് തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. രാത്രി ഏറെ വൈകിട്ടും തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുന്ന ഹെൻറി റോക്ക്ഫെല്ലറിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സഹയാത്രികനായ ചെറുപ്പക്കാരൻ ചോദിച്ചു, മിസ്റ്റർ ഹെൻറി റോക്ക്ഫെല്ലർ, താങ്കൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. താങ്കൾക്കില്ലാത്ത ആസ്തിയോ ആഭരണങ്ങളോ സമ്പാദ്യങ്ങളോ സ്വത്തോ ഒന്നും തന്നെ ഇല്ല. താങ്കളുടെ എന്താവശ്യവും നിവർത്തിച്ചു തരാൻ ഈ ലോകമെമ്പാടും താങ്കൾക്ക് ആയിരക്കണക്കിന് ജീവനക്കാരുണ്ട്. എത്രയോ തൊഴിലാളികൾ താങ്കൾക്ക് കീഴിൽ പണിയെടുക്കുന്നുണ്ട്. താങ്കളുടെ എല്ലാം കൊണ്ടും താങ്കളുടെ ലൈഫ് സെറ്റിൽഡാണ്. ഇന്ന് ഏതാണ്ട് 72 വയസ്സായി താങ്കൾക്ക്. ഈ പ്രായത്തിലും താങ്കൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു വിമാനയാത്രയിൽ പോലും ഇത്രയും അർദ്ധരാത്രിയിലും ഒന്ന് ഉറങ്ങാൻ പോലും സാധിക്കാതെ താങ്കൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് എന്തിനാണ്? ഇനിയെങ്കിലും താങ്കൾക്കൊന്ന് വിശ്രമിച്ചൂടെ? എല്ലാം നേടിയില്ലേ എന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു. ഉടനെ ഹെൻറി റോക്ക്ഫെല്ലർ അയാളോട് തിരിച്ചു ചോദിച്ചു, മോനെ, നമ്മളിപ്പോൾ ഏതാണ്ട് 6000 അടി ഉയരത്തിൽ ആകാശത്തിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെങ്ങനെയാണ് ഇത്രയും വലിയ ഉയരത്തിലെത്തിയത് എന്ന് ചോദിച്ചു. അപ്പോൾ പയ്യൻ പറഞ്ഞു, സാറേ, നമ്മളിപ്പോൾ ഏതാണ്ട് വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പൈലറ്റ് എൻജിൻ ഓൺ ചെയ്ത് ഫ്ലൈറ്റ് ഓടിച്ചു. അതിങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് ഏതാണ്ട് 6000 അടി ഉയരത്തിലേക്ക് എത്തിപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ നമ്മൾ പറന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 6000 അടി ഉയരത്തിൽ എത്തിയല്ലോ, നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്തു. നമ്മളിപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ സമയത്ത് പൈലറ്റ് എൻജിൻ ഓഫ് ചെയ്തു? ഇല്ല, ചെയ്തില്ല. അങ്ങനെ ഓഫ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് ഹെൻറി റോക്ക്ഫെല്ലർ ആ പയ്യനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, സാറേ, അങ്ങനെ എങ്ങാനും ഇത്രയും ഉയരത്തുനിന്ന് ഈ പൈലറ്റ് നമ്മുടെ വിമാനത്തിൻ്റെ എൻജിൻ ഓഫ് ചെയ്ത് കളഞ്ഞാൽ എത്ര വേഗത്തിലാണോ നമ്മൾ ഇത്രയും ഉയരത്തിലേക്ക് കുതിച്ചു കയറി വന്നത്, അതിൻ്റെ ഇരട്ടി വേഗത്തിൽ നമ്മുടെ വിമാനം താഴോട്ട് കൂപ്പുകുത്തും. അത് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് ചിന്ന ഭിന്നമായി ചിതറിത്തെറിക്കും. നമ്മളെല്ലാവരും മരിച്ചു പോകും സാർ. ഇതല്ലേ സംഭവിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ ഹെൻറി റോക്ക്ഫെല്ലർ പറഞ്ഞു, പൊന്നു മോനെ, നമ്മുടെ എല്ലാം ജീവിതവും ഒരു വിമാനം പോലെ തന്നെയാണ്. അതിനും ടേക്ക് ഓഫ് ഉണ്ട്, ഫ്ലൈയിങ് മോഡ് ഉണ്ട്, സേഫ് ലാൻഡിംഗ് ഉണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാലും നമ്മുടെ വിമാനം പറന്നുകൊണ്ടേയിരിക്കണം. നമ്മളൊരിക്കലും നമ്മുടെ എൻജിൻ ഓഫ് ചെയ്യരുത്, അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഉയരത്തിൽ ഒരുപാട് കാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ എപ്പോൾ വേണം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, അത് എന്നും നമ്മോടൊപ്പം ഉണ്ടായിരിക്കണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തേ പറ്റൂ. എപ്പോഴെങ്കിലും നമ്മൾ തോന്നി നമ്മൾ ആ എൻജിൻ ഓഫ് ചെയ്ത് കളഞ്ഞാൽ, നീ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതവും നേരെ താഴോട്ട് കൂപ്പുകുത്തും. നമ്മളെല്ലാം ഇല്ലാതായി പോകും. ഇത്ര കാലം കൊണ്ട് നേടിയ എല്ലാ വിജയങ്ങളും നാമാവശേഷമായി പോകും. അതുകൊണ്ടാണ് ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ആയുഷ്കാലം വരെ ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഒരിക്കലും വിശ്രമിക്കില്ല. ഈ ജോലിയാണ് എൻ്റെ ഊർജം എന്ന് അദ്ദേഹം പറഞ്ഞു. എത്ര അർത്ഥവത്തായ വാക്കുകളാണല്ലേ. എൻ്റെ പ്രിൻസിപ്പലിൻ്റെ മകൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം, ഒരു 2 വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ എൻ്റെ സാറിനെ കണ്ടു. സാറപ്പോൾ റിട്ടയർമെൻറ്റ് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വലിയ വലിയ കോളേജുകളുടെയൊക്കെ തലപ്പത്തിരുന്ന ഒരാളാണ്. ഡീനായിട്ടും പ്രിൻസിപ്പളായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. പക്ഷേ എല്ലാ റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞ് സുഖസുന്ദരമായിട്ട് വീട്ടിലിങ്ങനെ വിശ്രമ ജീവിതം നയിച്ചു കൊടുക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. പക്ഷേ അദ്ദേഹം വളരെ പരിക്ഷീണനായിരുന്നു. ഒരുപാട് പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു ക്ഷീണങ്ങളും അസ്കതകളും അദ്ദേഹത്തിൻ്റെ മുഖത്ത് തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. തൊലിയൊക്കെ ഇങ്ങനെ ചുളിഞ്ഞ്, കണ്ണുകളൊക്കെ ഇരുണ്ട്, ഒരു ശരീരമൊക്കെ ആക്കി ശുഷ്കിച്ച് വളരെയധികം പരിക്ഷീണനായൊരു അവസ്ഥയിലാണ് ഞാൻ സാറിനെ അപ്പോൾ കാണാൻ സാധിച്ചത്. കുറേ കാലത്തിന് ശേഷം ഞാൻ സാറിനെ അപ്പോൾ കാണുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, എന്ത് പറ്റി ഡാഡിക്ക്? വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, ആകെ പരവശനായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അതെ സാറേ, ഇപ്പോൾ പ്രത്യേകിച്ച് ഉറക്കമൊന്നും ചെയ്യുന്നില്ലല്ലോ, വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അതുകൊണ്ടാണോ എന്തോന്നറിയില്ല, ഡാഡി വളരെ ക്ഷീണിതനാണ്. കാണുന്നവർക്കെല്ലാം വളരെയധികം പ്രായം തോന്നിക്കുന്നുണ്ട്. ഇപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് ഏജ്ഡ് ആയ പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഡാഡിക്കും സ്വയം അങ്ങനെ തോന്നുന്നുണ്ട്. എന്താ ചെയ്യാമെന്നറിയില്ല, ഒരു പക്ഷേ റിട്ടയർമെൻറ്റിൻ്റെ പ്രശ്നമായിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പ്രശസ്തമായിട്ടൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു പ്രിൻസിപ്പലിൻ്റെ വേക്കൻസി വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ആലോചിച്ചിട്ട് സാറിനെ ചെന്ന് കണ്ട് സംസാരിച്ചു. സാറേ, ഇങ്ങനെ നല്ലൊരു വേക്കൻസി ഉണ്ട്, സാറിന് താല്പര്യമുണ്ടോ എന്ന് വെച്ചു. സാറ് പറഞ്ഞു, അതെ, ഞാൻ നോക്കാം, കാരണം ഞാൻ എന്തായാലും വെറുതെ ഇരിക്കാമല്ലോ, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു എൻഗേജ്മെൻ്റ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് സാർ ആ ഉത്തരവാദിത്തം എടുക്കാൻ തയ്യാറായി. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് സാർ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നലെയാണ് ആ സാറിനെ വീണ്ടും ആദ്യമായിട്ട് കാണുന്നത്. ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് റോഡ് സൈഡിൽ ആ സാർ ആരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാറിൻ്റെ അതേ മുഖച്ഛായുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് തൊട്ടടുത്തെത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അത് എൻ്റെ പ്രിൻസിപ്പൽ സാർ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ട് വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി കുറച്ച് സംസാരിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ, യു ആർ ലുക്കിംഗ് ടു യങ്, ഈ മാജിക് എങ്ങനെ സംഭവിച്ചു സാർ എന്ന് പറഞ്ഞപ്പോൾ
അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിജമുദ്ദീൻ, എന്നെ നീ ലാസ്റ്റ് കണ്ടത് 2 വർഷം മുമ്പ് എൻ്റെ റിട്ടയർമെൻറ്റ് സമയത്താണ്. അപ്പോൾ ഞാൻ ഒരു പണിയില്ലാണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കായിരുന്നില്ലേ. അതുകൊണ്ട് എനിക്ക് അതിൻ്റേതായിട്ടുള്ള ചില ബോഡിയിലെ ട്രാൻസ്ഫോർമേഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ വളരെ ടയേർഡായിരുന്നു, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു. അതിൻ്റെ ഒരു വിങ്ങലും വിഷമമൊക്കെ എൻ്റെ മുഖത്തുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഐ ലുക്ക് ടു ഏജ്ഡ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എനിക്കിപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ വലിയൊരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. എല്ലാം വളരെ ടീഡിയസ് ആയിട്ടുള്ള ജോലിയാണ്. കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തലവേദനകളും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഐ എം ട്രൈങ് ടു സോർട്ട് ഔട്ട് തിങ്സ്. അങ്ങനെ വന്നതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡും ശരീരവും അതിലേക്ക് ഞാൻ അർപ്പിച്ചു പോയതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല. എനിക്ക് നല്ല ഒരു ടൈം നന്നായിട്ട് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേസമയം എനിക്ക് എൻ്റെ വർക്കിൽ നന്നായി ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. അതേസമയം എൻ്റെ ബോഡി മെറ്റബോളിസവും മെച്ചപ്പെട്ടു. എനിക്കിപ്പോൾ ആ പഴയ ഊർജ്ജം തിരിച്ചു കിട്ടി. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഞാനിപ്പോൾ വളരെ ഉല്ലാസവാനാണ്, ഉന്മേഷവാനാണ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അപ്പോൾ ഞാനതങ്ങനെ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം ഒരു ആളുടെ വർക്ക്, അധ്വാനത്തിൻ്റെ ഒരു വില നമുക്ക് ഹെൻറി റോക്ക്ഫെല്ലറിൻ്റെ വാക്കുകളിൽ നിന്ന് എങ്ങനെയാണ് മനസ്സിലായത്, അതുപോലത്തെ ഒരു റിയലൈസേഷൻ ആയിരുന്നു എനിക്ക് എൻ്റെ പ്രിൻസിപ്പൽ സാറിൻ്റെ അടുത്ത് കിട്ടിയ ആ ഒരു വാക്കുകളും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു അധ്വാനം എന്ന് പറയുന്നത് പലർക്കും ചിലപ്പോൾ മടിയുള്ള കാര്യങ്ങളായിരിക്കും, ശരീരം എന്ന് അനങ്ങി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അധ്വാനിച്ച് കഴിയുമ്പോൾ അതിന് ഒരുപാട് മെച്ചങ്ങളുണ്ട്. നമ്മുടെ മാനസികമായിട്ടുള്ള സംതൃപ്തി വർദ്ധിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ക്രിയാത്മകമായി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ട് നമ്മുടെ മാനസികമായിട്ടുള്ള സന്തോഷം വർദ്ധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരകോശങ്ങളും അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കും. നമ്മുടെ ബോഡി മെറ്റബോളിസവും നമ്മളോട് സഹകരിക്കും. നമുക്കൊരു അദമ്യമായിട്ടുള്ള സന്തോഷം തോന്നും, ഒരു ഉന്മേഷം തോന്നും. അതിനൊക്കെ ഫലമായതുകൊണ്ടാണ് നമുക്ക് തൊലിയിലുണ്ടാകുന്ന ചുരുക്കങ്ങളും മറ്റുമൊക്കെ മാറി നമുക്കൊരു പുതിയ ഉന്മേഷം കൈവരും. നമുക്ക് ആ യൗവനം പഴയതുപോലെ തിരിച്ചു കിട്ടും. അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടേതായിട്ട് രീതിയിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ എൻജിൻ ഒരിക്കലും ഓഫ് ചെയ്ത് വെക്കാതിരിക്കുക. അതാണ് നമ്മളെ എപ്പോഴും വിജയത്തിലേക്ക് നയിക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വീണ്ടും ഒരു ലോക തൊഴിലാളി ദിനത്തിൻ്റെ പടിവാതിൽക്കലാണ്. ഈ ദിവസത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക, അധ്വാനിക്കുക. അധ്വാനിക്കുന്നവരുടെ കൂടെയാണ് ഈ ലോകം, അധ്വാനിക്കുന്നവരുടെ കൂടെയാണ് ദൈവവും എല്ലാം ഉള്ളത്. അധ്വാനിക്കുന്നവർക്ക് മാത്രമാണ് വിജയമുള്ളത്. ഇന്ന് ഈ ലോകം ഇങ്ങനെയാക്കി തീർത്തത് വർഷങ്ങൾക്ക് മുമ്പേ ജനിച്ച് മൺമറഞ്ഞു പോയ ആളുകളുടെ അധ്വാനമാണ്. കരിങ്കല്ലുടയ്ക്കുന്ന ആളായാലും ശരി, കർഷകനായാലും ശരി, അല്ലെങ്കിൽ ഒരു വലിയ ഡോക്ടറായാലും ശരി, ആരൊക്കെയാണോ തങ്ങളുടേതായിട്ടുള്ള അധ്വാനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആളുകൾ, അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ കോൺട്രിബ്യൂഷൻ ഈ ലോകത്തിന് പലപ്പോഴായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ കോൺട്രിബ്യൂഷൻസാണ് ഇന്ന് ഈ ലോകത്തിനെ ഇത്രയും മനോഹരമാക്കി തീർത്തത്. അതുപോലെ നമ്മളും നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിന് നല്ലൊരു കോൺട്രിബ്യൂഷൻ നൽകേണ്ടതുണ്ട്. അപ്പോൾ പ്രായമോ പ്രശ്നമോ രോഗമോ എന്തവസ്ഥയുമാകട്ടെ, പക്ഷേ നമ്മൾ ആ ഒരു റെസ്റ്റിംഗ് മൂഡിലേക്ക് പോവാതെ നമ്മൾ നിരന്തരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക, അധ്വാനിച്ചു കൊണ്ടേയിരിക്കുക. അതിലൂടെ ഈ ലോകത്തിന് നല്ല ഒരു ഭാവി നമ്മുടേതായ രീതിയിൽ കരുപ്പിടിപ്പിക്കാൻ സഹായിക്കുക. നമ്മളൊരു പേപ്പറിൽ എന്തെങ്കിലും ഒരു വാചകം എഴുതിയിട്ട് ഒരു കുത്തിട്ടാൽ അത് ഫുൾ സ്റ്റോപ്പാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു കുത്തിട്ടാലോ അത് തുടർച്ചയാണ്, കണ്ടിന്യൂറ്റിയാണ്. അതുപോലെ ഒരിക്കലും നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടാതിരിക്കുക, എന്തിനും ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കുക. എന്തായാലും നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് പോകട്ടെ. ഈ ലോക തൊഴിലാളി ദിനത്തിൽ ഈ ലോകത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന, ഈ ലോകത്തിലേക്ക് ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന ലോക തൊഴിലാളി സമൂഹത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.